Hello friends, welcome back to my channel. ഇന്ന് ഞാൻ കുക്കിങ്ങും ട്രാവലിങ്ങും ഒന്നുമല്ല കാണിക്കുന്നത്. ഒരു ചെറിയ വീട് എങ്ങനെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നമുക്ക് എങ്ങനെ ഒരു ചെറിയ വീട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് 2-3 സെൻറ്റിൽ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് എങ്ങനെ നല്ലതായിട്ടൊരു വീട് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. IKEA ഹോം ഫർണിഷിംഗ് ഷോറൂം. ഇനിയിപ്പം ഞാൻ കാണിക്കാം. ഇത് ഒരു വീടിൻ്റെ എൻട്രൻസ് ആണ്, മെയിൻ, അതായത് വിസിറ്റിംഗ് റൂമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അത് അവിടം തൊട്ടാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ വലിയൊരു ഷോറൂമിനകത്താണ് ഇങ്ങനെ ഒരു വീടിൻ്റെ സെറ്റിങ്സ് ഇവർ കാണിച്ചു തന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ കയറി ചെല്ലുന്ന ഭാഗം, അതായത് വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലങ്ങളും അവിടുത്തെ വാൾ ഹാങ്ങിങ്സും എല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെ TV വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഡൈനിങ് സെൻറ്ററാണ്, ഡൈനിങ് ഹോളായിട്ടാണ് ഇവരെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു മിററ്, പിന്നെ അതിലേക്ക് ആവശ്യമായ ഡൈനിങ് ടേബിളിലേക്ക് ആവശ്യമായ കപ്പുകളും വെള്ളമെടുക്കാനുള്ള ജാറ്, ഇങ്ങനത്തെ. അതിൻ്റെ അടിയിലാണെങ്കിൽ ഡ്രോയേഴ്സ് ഉണ്ട്, അത്യാവശ്യത്തിന് വേണ്ടിയ സാധനങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് വെക്കാം. ഇത് കണ്ട് ക്രോക്കറീസൊക്കെ നമുക്കിവിടെ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു ചെറിയ വീടാണിത് കാണിക്കുന്നത്. അവിടെ നല്ലൊരു മിററും അവർ കൊടുത്തിട്ടുണ്ട്. വേണ്ടിയവർക്ക് അവിടെ ഒരു വാഷ് ബേസിനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അവിടുന്ന് തന്നെ നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും കാണുന്നത് കിച്ചൺ കൗണ്ടറാണ്. നമ്മൾ കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയ ക്യാബിൻസ് അവർ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഓവൻ വെക്കാനുള്ള സൗകര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, അവിടെ വാഷ് കൗണ്ടറുണ്ട്. കണ്ടില്ലേ, ചെറിയ കാര്യങ്ങൾക്കായിട്ട് 2 ഹോട്ട് പ്ലേറ്റൊക്കെ അവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ചെറിയ നമ്മൾ കുപ്പികളും ഒക്കെ വെക്കാനുള്ള ചെറിയ ട്രേകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചു തരുന്നത് ഫ്രിഡ്ജാണ്. ഇൻബിൽറ്റ്, അതായത് മോഡുലാർ കിച്ചണാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വീടുകളിലും നമ്മൾ മോഡുലാർ കിച്ചണാണല്ലോ കണ്ടുവരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അതിനോടാണ് താല്പര്യം കൂടുതൽ. അപ്പം സ്പേസ് അധികം എടുക്കത്തുമില്ല, എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും. ഇങ്ങനെയാണ് സംഭവം പോണത്. കണ്ടില്ലേ, നേരെ നല്ല ഒതുങ്ങി അതിനകത്തിരിക്കും, ഒന്നും പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. നല്ല സൗകര്യം, നല്ല ക്ലീൻ, നമുക്ക് നല്ല തുടച്ചിട്ടാൽ നല്ല വൃത്തിക്ക് കിടക്കും. പിന്നെ ഇതാണ് കിച്ചൻ്റെ മെയിൻ ഏരിയ ആണ് ഈ വരുന്നത്. പിന്നെ ഇത് 2 സ്റ്റൂളൊക്കെ വെച്ചിട്ടുണ്ട്. മേളിലുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്നതാണ്. സൈഡിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വേണ്ടിയ സാധനങ്ങളും കപ്പും ചായ ഇടാനായിട്ടുള്ള സംഭവങ്ങളും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ റെയിൽ വെച്ചിട്ട് അതിൽ ഫ്രൈങ് പാൻ എല്ലാം തൂക്കിയിടാം. ഇനി വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേളിൽ വെക്കാം നമുക്ക്. പിന്നെ ഇത് കണ്ടില്ലേ, വലിയ കുക്കിംഗ് റേഞ്ചിൻ്റെ സെറ്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കുക്ക് ചെയ്യാം. ഇവിടെ വലിയ ഏരിയ സിങ്കും കാര്യങ്ങളും, പ്ലേറ്റ്സ് തന്നെ വെക്കാനായിട്ട് വലിയൊരു ക്യാബിൻ തന്നിട്ടുണ്ട് അവർ. കാര്യങ്ങളൊക്കെ ഇത് അങ്ങാപ്ര കിച്ചൺ ഹുഡ്, താഴെയാണെങ്കിലും ഫുൾ കബേർഡ്സ് ഉണ്ട്. എല്ലാം റേങ്കുട്ടനാണെങ്കിൽ അതിൻ്റെ എല്ലാം പ്രൈസ് നോക്കുകയാണ്. ഇനി കിച്ചൺ സിങ്കിൻ്റെ താഴെയായിട്ടുള്ള കൗണ്ടേഴ്സ് അവിടെ ഉണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെ വെക്കണമെങ്കിലും വെക്കാം. പിന്നെ ഇവിടെ ചെറിയ ഡ്രോയേഴ്സ് ഉണ്ട്. പിന്നെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒരു ട്രെയിലൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി നിരന്ന് വാരി കിടക്കത്തില്ല, നല്ല ഒതുങ്ങി ക്യൂട്ടായിട്ട് നമ്മുടെ കിച്ചൺ എപ്പോഴും ഇരിക്കും. ഇവിടെ കണ്ടില്ല, വാഷിംഗ് മെഷീനും വെച്ച് തന്നിട്ടുണ്ട്. അതിനുള്ള ഡോറും ഉണ്ട്. അതിന് നമുക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ ഫുൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. എല്ലാം റൈസ് കുക്കറും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ബാക്ക് യാർഡായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ചെറിയൊരു ഗാർഡനും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ, പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിച്ചൺ ഇങ്ങനെ ഇരിക്കും. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ക്യൂട്ട്, 1-2 പേർക്ക് സുഖമായിട്ട് നിന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിച്ചൺ. നല്ല ഒതുങ്ങി നല്ല വൃത്തിക്കിരിക്കുന്ന നല്ലൊരു കിച്ചണായിരിക്കും ഇത്. പിന്നെ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്ന് പോരുമ്പോഴത്തേക്കിനും ഇപ്പുറത്തെ മുറിയിലേക്ക് നമ്മൾ പോരുവാണ്. ഇതൊരു കിഡ്സ് ബെഡ്റൂമും ഒരു മെയിൻ ബെഡ്റൂമുമായിട്ട്, അതായത് മാസ്റ്റർ ബെഡ്റൂമും കിഡ്സിൻ്റെ ബെഡ്റൂമുമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കിനും കിഡ്സിന് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ബാത്റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ആ വാഷ് കൗണ്ടറിൻ്റെ തൊട്ട് മേളിലായിട്ട് കബേർഡ്സ് ഉണ്ട്. പിന്നെ ക്ലോസറ്റും കാര്യങ്ങളും, ഷവർ ഏരിയ വേറെ സെപ്പറേറ്റ് ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അത് കുളിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടവൽസും ബാത്ത് ടവൽസും സോപ്പും കാര്യങ്ങളും എല്ലാം വെക്കാനായിട്ട് അങ്ങനെ ഒരു ഏരിയ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്.
അതിനകത്ത് തന്നെ ആ ഒരു ഭാഗത്ത് തന്നെ അയണിങ് ഏരിയയുമുണ്ട് തുണിയൊക്കെ തേക്കാനായിട്ടും. ഇതാണ് കിഡ്സിൻ്റെ റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ച് സ്ഥലത്തല്ലേ ഇതെല്ലാം നമുക്ക് വരുകയും വേണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പിള്ളേർക്ക് വേണ്ടിയ സാധനം, പിള്ളേരുടെ കബേർഡാണ് ആ കാണിച്ചു തന്നത് ഞാൻ. പിന്നെ വോളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു കട്ടിലാണ് അവർ കൊടുത്തിരിക്കുന്നത് കുഞ്ഞു പിള്ളേർക്ക്. ഇതിനിയും മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം പലരും കയറി, ഈ പിള്ളേരൊക്കെ വരുന്നവർ ഇതേ കയറി കിടക്കും, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇച്ചിരി ഇതായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല വൃത്തിക്കാണ് അത് വിരിച്ചെടുത്തുള്ളൂ. പിന്നെ വലിയ കട്ടിൽ, സൈഡ് ടേബിള്, കർട്ടന്, പിന്നെ കബേർഡ്സ്, അതിൻ്റെ മേളിൽ വേണ്ട ക്യാബിൻസ് എല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ മെയിൻ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ഇറങ്ങുന്നത് പിന്നെ എങ്ങോട്ടാണ്? ആദ്യമേ നമ്മൾ കയറിയ വിസിറ്റേഴ്സ് ഏരിയയാണ്. അതിൻ്റെ സൈഡിൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ വാഷ് ഏരിയയും കൗണ്ടേഴ്സും എല്ലാം ഉണ്ട്. അപ്പം പുറത്തുനിന്ന് വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. ഏത് വീട് പണിഞ്ഞാലും നല്ല വൃത്തിക്ക് സൂക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ ആ വീട് കാണാനൊരു ഭംഗി വരത്തുള്ളൂ. അപ്പോഴേ ഇങ്ങനെയും നമുക്ക് വീട് പണിയാം, വളരെ കുറച്ച് സ്പേസിലും നമുക്ക് വീട് പണിയാം. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ തപ്പി വന്നതാണ്. അപ്പോഴിത് കണ്ടപ്പോഴെന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇടാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ കണ്ടില്ലേ, വളരെ നന്നായിട്ട് എനിക്ക് കിച്ചൺ ഏരിയ വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒത്തിരി വലിയ കിച്ചൺ പണിഞ്ഞ് ഒത്തിരി നിരത്തി ഇടുന്നതിലും നല്ലതല്ലേ ചെറിയൊരു നല്ല ക്യൂട്ട് കിച്ചൺ നല്ല ക്ലീനാക്കി വെക്കുക എന്ന് പറയുന്നതല്ലേ ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇത് കിഡ്സ് ബെഡ്റൂം ഞാൻ ഒന്നും കൂടെ ഓടിച്ച് പെട്ടെന്ന് കാണിച്ചു തരികയാണ്. ഒരു കുട്ടിക്കൊക്കെ സുഖമായിട്ട് സ്റ്റഡി ടേബിളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ നമ്മൾ ബെഡ്റൂം ഞാൻ കാണിച്ചു തന്നല്ലോ, സൈഡ് ടേബിളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആരും സങ്കടപ്പെടണ്ട, എനിക്ക് ഒത്തിരി സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ വീടും ഒത്തിരി സൗകര്യങ്ങളും ഉള്ള വീടും ഒന്നും ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് ആരും സങ്കടപ്പെടണ്ട. ഉള്ള സ്ഥലത്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വീട് പണിയാം, വലിയ ചിലവും ഇല്ലാണ്ട് നമുക്ക് പണിയാം. പിന്നെ എല്ലാം നല്ല വൃത്തിക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ആ വിസിറ്റേഴ്സ് ഏരിയയിലാണെങ്കിലും ആ TV വെക്കുന്ന സ്റ്റാൻഡിൻ്റെ മേളിലായാലും അഡീഷണലായിട്ട് വേറെ ഷെൽഫുകളും ഒക്കെ നമുക്ക് വെക്കാം. ആ ഒരു രീതിയിലാണ് അവർ ചെയ്ത് തന്നേക്കുന്നത്. യൂറോപ്യൻസും ഒക്കെ ഇങ്ങനത്തെ വീടുകളാണ് അവർ കൂടുതലും. അവർ നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് അവർ വീട് വെക്കത്തുള്ളൂ. കണ്ടില്ല, ഉള്ളതൊക്കെ എല്ലാ സൗകര്യങ്ങളും കാണും. ഉള്ള സ്ഥലത്തിനകത്ത് എല്ലാം നല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്ലീനായിട്ട് അവർ വെക്കും. ആ ഒരു സ്റ്റൈലാണ് അവർ കാണിച്ചിരിക്കുന്നത്. വൈറ്റാണ് അവർ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വൈറ്റാണ്. പിന്നെ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നല്ലോ എങ്ങനെയാണെന്നുള്ളത്. കിച്ചൻ്റെ ആ സൈഡിലേക്ക് പോകുമ്പോൾ ബാക്ക് യാർഡുണ്ട്. അവിടെ ഒരു കോഫി ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തുണി ഉണക്കാനായിട്ടുള്ള സൗകര്യങ്ങളായിട്ടും ഒക്കെ ഉണ്ട്. ചെറിയൊരു ഗാർഡൻ ഏരിയയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.